ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡിഫറെൻ്റ് ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പച്ചമുളക് ഒരെണ്ണമൊക്കെ മതി. നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണമെന്നുള്ളവർ മാത്രം 2 എണ്ണം എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കണം. സവാള ഞാനിവിടെ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ അങ്ങ് വഴറ്റണമെന്നില്ല, എന്നാലും അത്യാവശ്യം വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു ക്യാരറ്റ് ആണ്. അപ്പോൾ ക്യാരറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം എടുത്താലും മതി. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉള്ളി മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ മസാല ഉണ്ടാക്കാനായിട്ട് ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ ഇതിൽ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം 1/4 ടീസ്പൂൺ മതി, ഒരുപാട് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലേന്റെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ, വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ ഈ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പം ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 7 ബ്രെഡാണ് കാണിച്ചിട്ടുള്ളത്, പക്ഷേ 7 എണ്ണം മതിയാവൂല. അതുപോലെ തന്നെ 2 മുട്ടയും വേണം. അപ്പം നമുക്ക് മിക്സിക്കകത്തോട്ട് 2 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് ആദ്യം ഒരു 7 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ഒരുപാട് ലൂസാന്ന് തോന്നുകയാണെങ്കിൽ 1-2 എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ 9 എണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന മുട്ടയ്ക്കും ബ്രെഡിന്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ ബ്രെഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ ബാറ്ററിന്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും തന്നെ കട്ടയൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഇനി അവിടെ മാറ്റി വെക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ, ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വേണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ ബട്ടറോ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് അത് നമുക്കൊന്ന് ചെറിയ ചൂടിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ ഒരു 3 മിനിറ്റ് അത്രയും മതിയാവും. ജസ്റ്റ് താഴ്ഭാഗം നന്നായിട്ട് ഒന്ന് കുക്ക് ആവണം, പക്ഷെ മേൽഭാഗം ഒരുപാട് അങ്ങ് കുക്ക് ആവുകയും വേണ്ട. ആ ഒരു ഇതിൽ മതി നമുക്ക്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡി ആയിട്ട് കിട്ടും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് കാണാൻ മനസ്സിലാവും അടിഭാഗം റെഡി ആയിട്ടുണ്ട്. മേലെ കുറച്ച് ആ ഒരു വെള്ളം പോലെയാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മൊത്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ ഒരു മസാല ഉണ്ടല്ലോ, അത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ കുറച്ച് വെള്ളത്തോടെ തന്നെ മസാല വെക്കുമ്പോഴാണ് മസാല അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ളായിട്ട് മസാല വെച്ച് കൊടുക്കുക. അപ്പോൾ മസാല മൊത്തമായിട്ട് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് അതിൽ മസാല നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് വെന്ത് വരുന്ന സമയത്ത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വെക്കേണ്ടത് ആ ഒരു രീതിക്ക് വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഒരു കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് റൗണ്ട് ആയിട്ട് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാവരുടെയും നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അങ്ങനെ കറക്റ്റ് സമയം ഞാൻ പറയുന്നില്ല, എനിക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന പാനിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വരാം. അപ്പൊ നിങ്ങൾ ഒന്നുകിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക, അല്ലെ കൈ വെച്ചിട്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും മസാലാന്റെ അടിയിൽ ആ വെള്ളം പോലെ കിടക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ അടിഭാഗമൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഇനി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമുക്ക് ഓരോ പീസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ടുള്ളത്. അതിങ്ങനെ മുട്ടയും കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇത് അധികം അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ലാത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു കിടക്കും വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.